എവിടെ നോക്കിയാലും ചക്കയില്ലേ? ദേ ചക്കക്കുരു കൊണ്ട് നല്ല ചുട്ടരച്ച ചമ്മന്തി സെറ്റാക്കി എടുത്താലാ? എൻ്റെ പൊന്നോ, ഒരു രക്ഷയില്ലാത്ത ചമ്മന്തിയാണേ ഇത്. ദേ ചക്കക്കുരു കൊണ്ടാണ് ഉണ്ടാക്കിയെന്ന് പറയത്തുകൂടിയില്ലേ, അത്ര ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ്. ചൂടായ ചട്ടിയിലേക്ക് ഒരു 7-8 വറ്റൽമുളക് ഇട്ട് ഒരു ബ്രൗൺ കളർ ആവുന്നോടം വരെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാവേ. ഇത് മാറ്റിക്കഴിഞ്ഞ് ഈ ചട്ടിയിലേക്ക് തന്നെ ഒരു 10-12 നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഐറ്റം ചക്കക്കുരു ഇതിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ മാത്രമേ വെക്കാവുള്ളൂ. നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെക്കാൻ പാടില്ല. മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ 10-15 മിനിറ്റെങ്കിലും കുക്ക് ചെയ്യണേ. എന്നിട്ട് ഇത് നമുക്ക് മാറ്റാം. ചട്ടി ഒന്ന് ക്ലീനാക്കിയ ശേഷം ചൂടായ ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒരു 10-15 കൊച്ചുള്ളിയും ഒരു 2-3 വെളുത്തുള്ളിയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ജസ്റ്റ് ഒന്ന് വഴണ്ട് വന്ന് ആ എണ്ണയും ആ കൊച്ചുള്ളിയും കൂടെ നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ ചക്കക്കുരുയുടെ തൊലിയൊക്കെ ഒന്ന് പൊളിച്ചെടുക്കാവേ. ജസ്റ്റ് ഒന്ന് നെക്കി നോക്കുമ്പോൾ തന്നെ അറിയാവേ നന്നായിട്ട് ചക്കക്കുരു വെന്തിട്ടുണ്ട്. മിക്സിയിലെ ജാറിലേക്ക് ചക്കക്കുരും ഉണക്കമുളകും ഉള്ളിയും 1/2 കപ്പ് തേങ്ങയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നമുക്ക് അരച്ചെടുക്കാവേ. അരച്ചെടുക്കുമ്പോൾ വേണമെങ്കിൽ കുറച്ച് പുളി ഇടാം. ഞാൻ പക്ഷെ പുളി ഇടുന്നില്ലേ. നമ്മുടെ ചമ്മന്തി സെറ്റായി കിട്ടിയിട്ടുണ്ട്. അത് ഇങ്ങനെ കുഴച്ച് ഇത് ഉരുട്ടി എടുക്കണം. ഈ സ്റ്റേജ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്, ഇങ്ങനെ ഉരുട്ടുന്നത്. ചോറിൻ്റെ കൂടെ ഈ ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ ഒന്നും പറയാനില്ല. ഇതുപോലെ എടുത്ത് വെച്ച് കുഴച്ച് തിന്നാൻ നല്ല ടേസ്റ്റാണ്. എന്തായാലും എല്ലാവരും ട്രൈ ആക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണേ.